SNDPയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ നേതാക്കൾ CPM വിമർശനം നടത്തുകയാണ്. SNDP നേതാക്കൾ വ്യക്തിപരമായ വിമർശനങ്ങൾ പോലും നടത്തുന്നു. JDSനെ ഒരു ഉപകരണമാക്കി RSS അജണ്ട നടപ്പാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പ്രചരിപ്പിച്ചു. BDJS വഴി BJP അജണ്ട നടപ്പാക്കുന്നതിൽ വിമർശനം തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPയുടെ മതരാഷ്ട്രവാദ നിലപാടിനെതിരെ ശക്തമായ ആശയപ്രചരണം വേണം. ക്ഷേത്രങ്ങൾ കൈയടക്കാൻ RSS ശ്രമിക്കുകയാണ്. ക്ഷേത്രമുറ്റത്ത് ശാഖകളടക്കം നടത്തുന്നു. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല. വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരാധനാലയങ്ങളിൽ ആർക്കും പോകാം. പാർട്ടി അംഗങ്ങളിൽ വിശ്വാസികളുണ്ട്. അക്കാര്യം തുറന്നു പറയുന്നതിൽ ആർക്കും ആശങ്ക വേണ്ട. പാർട്ടി അംഗങ്ങളെ ആരാധനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വിലക്കാൻ തീരുമാനിച്ചിട്ടില്ല. പാലക്കാട് പ്ലീനം കഴിഞ്ഞ ശേഷം പല പ്രമേയങ്ങളിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ അടക്കം വർഗീയവത്കരിക്കാനാണ് BJPയുടെ നീക്കം. RSSന്റെ ശാഖാപ്രവർത്തനം ശരിയായ ഗുണ്ടാ പ്രവർത്തനമാണ്. എവിടെ കുത്തിയാലാണ് എതിരാളി എളുപ്പം ചാവുക എന്നതാണ് അവർ ശാഖകളിൽ പഠിപ്പിക്കുന്നത്. BJPയുടെ എല്ലാ ശ്രമങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നവമാധ്യമങ്ങൾ കടന്നാക്രമണങ്ങൾ കൂടിയാണ്. തലസ്ഥാനത്തെ മേയറെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കടന്നാക്രമിക്കുന്നു. മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടിനെ തുറന്നു കാണിക്കും. വർഗീയ ശക്തികൾ പരസ്പരം കുറ്റപ്പെടുത്തി ശക്തിപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാനും RSS ശ്രമിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പരിരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. ഇടതുപക്ഷം പ്രധാന ചുമതലയായി ന്യൂനപക്ഷ പരിരക്ഷ ഏറ്റെടുക്കും. വികസന മുരടിപ്പ് എന്ന വിമർശനത്തിന് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുതിരുത്തൽ പാർട്ടി യോഗങ്ങളിലെ സ്ഥിരം അജണ്ടയാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നവരെ വെച്ചുപൊറുപ്പിക്കില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ SNDP. SNDPയുടെ നേതാക്കൾ CPM-എതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ കാണുന്നത് SNDP രൂപീകരിക്കുമ്പോഴും SNDP ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പിന്നീട് സർവമത സമ്മേളനങ്ങൾ. മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJSന്റെ രൂപീകരണത്തോടെ BDJSനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSSന്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം. മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാര എന്ന് RSS ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്.
18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2/3 ഭൂരിപക്ഷം നേടാൻ 370 മുതൽ 430 വരെ സീറ്റ് BJP ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത്. എന്തായിരുന്നു ഉന്നമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന, അതായിരുന്നു RSSൻ്റെയും BJPയുടെയും പരിപാടി. ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BDJS വഴി BJPയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി SNDPയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത്.